സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരെ കണ്ടിട്ടുണ്ടോ? എന്നാ ഇത് മറ്റാരുമല്ല, നമ്മുടെ കോൺഗ്രസ് തന്നെ. ശൂന്യതയിൽ വീടുണ്ടാക്കി എല്ലാവരോടും വയനാട് പോയി നോക്കാൻ പറഞ്ഞ അതേ കൂട്ടുകാർ തന്നെ. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 23 ദിവസം ബാക്കിയുണ്ട്. അപ്പോഴേക്കും ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ള അധികാര കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിൽ പതിവ് പോലെ പിടിയും വലിയും തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരു മായ. ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ എല്ലാ സർവേകളും LDFന് തുടർഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടും മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും സ്പീക്കറൊക്കെ ആകാനുള്ള കോൺഗ്രസിന്റെ തമ്മിൽ തല്ല് കാണുമ്പോൾ ഇവർ സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാർ എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കുക? മുഖ്യമന്ത്രി കസേര ആർക്കെന്ന ചർച്ച അവസാനിപ്പിക്കണമെന്ന് ചില നേതാക്കൾ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നൊരു പൊട്ടിത്തെറിയായിരുന്നു. കസേര വരെ എടുത്തെറിയുന്ന അവസ്ഥയായി. മന്ത്രിസ്ഥാനവും വീതം വെച്ച് തുടങ്ങിയായിരുന്നു. പാവങ്ങൾ. അങ്ങനെയെങ്കിലും മെയ് 4 വരെ കഴിഞ്ഞു പോട്ടെന്ന് അല്ല. പിന്നെ മുഖ്യമന്ത്രി കുപ്പായം തന്നെ കാത്തിരിക്കുന്നത് 3 പേരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്പീക്കർ കസേരയാണ് ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ച് ലീഗ് പിന്നാലെയുണ്ട്. അവിടെയും 3 ബാലഭാസ്കരന്മാരുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് വിട്ട് ഒരു കളിയില്ലെന്ന് പറഞ്ഞ് ജയം സ്വപ്നം കണ്ട് KM ഷാജിയുണ്ട്. CH മുഹമ്മദ് കോയന്റെ, ET മുഹമ്മദ് ബഷീറിന്റെ, നമ്മുടെ സൂപ്പിക്കാന്റെ, റബ്ബിക്കാന്റെ പിന്മുറക്കാരനാകാനാണ് ഷാജിയുടെ നോട്ടം. ഇതാണ് ഭാസ്കരൻ നമ്പർ 1. സ്പീക്കർ സ്ഥാനത്തിലും ലീഗിനൊരു കണ്ണുണ്ടെന്നാണ് കേൾവി. എന്നാൽ പണ്ട് CH മുഹമ്മദ് കോയെ സ്പീക്കറാക്കിയ കോൺഗ്രസ് തൊപ്പി അഴിപ്പിച്ച് വെച്ച് നാണക്കേട് പുതുതലമുറ ലീഗുകാർക്ക് ഓർമ്മയുണ്ടോ എന്തോ. അല്ലെങ്കിലും ഇപ്പോൾ നമ്മളൊന്നും തൊപ്പി ധരിക്കുന്നില്ലല്ലോ, അപ്പോൾ തൊപ്പി അഴിപ്പിച്ച് വെക്കേണ്ടതില്ലല്ലോ. അതാണ് ലീഗിന്റെ ഏക സമാധാനം. അതൊക്കെ പോട്ടെ, പണ്ട് കൈവിട്ട ഉപമുഖ്യമന്ത്രി സ്ഥാനവും കഴിഞ്ഞ തവണ കൈക്കലാക്കിയ 5ാം മന്ത്രിസ്ഥാനവും എല്ലാം ലീഗുകാരുടെ മനസ്സിൽ നിലാവായി ഉദിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാ മോഹവും 4 തകർന്ന് തരിപ്പണമാകും. ഷാജിക്കും കൂട്ടർക്കും പേരപാര നടക്കേണ്ടി വരും. കോൺഗ്രസ് ഉദ്ദേശിച്ചത് ഇമേജ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഏതായാലും ഇമേജിനെ പൊക്കിയടിക്കാൻ നോക്കിയപ്പോൾ അധികാരമോഹം താനേ പുറത്തു ചാടി ആകെ ചളകുളമായിട്ടുണ്ട്. 2021 ഇതേപോലെ തർക്കങ്ങളും മോഹങ്ങളും ഒക്കെ കോൺഗ്രസ് പ്രകടിപ്പിച്ചിരുന്നു. ഫലം വന്നപ്പോൾ അധികാരത്തിൽ LDFും. അതോടെ ആ സ്വപ്നങ്ങൾക്ക് ഒരു തീരുമാനമായി. ഫലം വരുന്നത് വരെ പാരലൽ ലോകത്തും കോൺഗ്രസിന് അടിക്കൊരു കുറവുമില്ല. ഇത് കേരളത്തിലെ അവസ്ഥ. ഇനി അങ്ങ് കർണാടകത്തിലോട്ട് കടന്നാൽ മന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി നടത്തുന്നത് 30 കോൺഗ്രസ് MLAമാരാണ്. കർണാടക മന്ത്രിസഭ പുനഃസംഘടനയിലാണ് മന്ത്രിപദത്തിന് വേണ്ടി 30 MLAമാർ കൂട്ടത്തോടെ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ഉടൻ പുനഃസംഘടന നടത്താൻ നിർദ്ദേശിക്കണം, മികച്ച വകുപ്പ് ഭരിക്കാൻ കിട്ടണം. ഈ 2 ആവശ്യങ്ങളുമായി MLAമാർ രാഹുൽ ഗാന്ധിയെ കാണാനാണ് ഇറങ്ങിത്തിരിച്ചത്. ചില നേതാക്കൾക്ക് 5 തവണ വരെ അവസരം നൽകി. ചിലർക്ക് പ്രാപ്തി തെളിയിക്കാൻ ഒറ്റ അവസരം പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് MLAമാരുടെ പരാതി. അടുത്തിടെ പൂർത്തിയായ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ മന്ത്രിസഭ പുനഃസംഘടന എന്ന ആവശ്യം കോൺഗ്രസ് MLAമാർ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം മന്ത്രി കസേരകളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ് കോൺഗ്രസ്. 30 MLAമാരിൽ 25 പേർക്കെങ്കിലും നല്ല വകുപ്പുകൾ ലഭിക്കണമെന്ന തരത്തിൽ വിശാലമായ പുനഃസംഘടന തന്നെ വേണമെന്നാണ് MLAമാരുടെ നിലപാട്. വലിയ വാഗ്ദാനങ്ങളുമായി BJP ചുറ്റും കറങ്ങുമ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ തങ്ങളെ നിർബന്ധിതരാക്കരുതെന്നും MLAമാർ നേതൃത്വത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് തന്നെ BJPയിലേക്ക് പോകുന്നു. ഒന്നെങ്കിൽ മന്ത്രി കസേര, അല്ലെങ്കിൽ BJP. ഹിമാചലും ഗോവയും പോലെ തന്നെ. രണ്ടാലൊന്നും അറിയണമെന്നാണ് MLAമാരുടെ കടുംപിടുത്തം. കേരളമല്ല, കർണാടകയല്ല, രാജ്യത്തിന്റെ ഏത് കോണിലായാലും അധികാരം മുഖ്യം എന്നതാണ് കോൺഗ്രസിന്റെ ഒരു രീതി. അധികാരമില്ലെങ്കിൽ പണമില്ല, പണമില്ലെങ്കിൽ കോൺഗ്രസും ഇല്ല. ഇതിലെ മറ്റൊരു വസ്തുത, അധികാരത്തിൽ വരുമെന്ന് കാണിച്ച് 5 വർഷം കൊണ്ട് നടത്തുന്ന ഫണ്ട് സമാഹരണം കോൺഗ്രസ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നടത്തും. അതാണ് കോൺഗ്രസ്.